അങ്ങനെ ലത്തീഫിക്കാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുറേ പേരുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല. ഈ പെണ്ണുങ്ങളാണ് കൂടുതൽ. ആർക്കും ഇങ്ങനെ മുഖം കാട്ടുന്നൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ ഈ ഓട്ടോയിൽ ഞങ്ങൾ പോവുകയാണ് വടക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്, വടക്ക് കാണുക, തെക്ക് കാണുക. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ കടമത്തിലെ വടക്ക് കാണാൻ വേണ്ടി പോവുകയാണ്. ലക്ഷദ്വീപത്തെ ഏറ്റവും നീളം കൂടിയ ഐലൻഡ് കേട്ടോ. 14 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ കാടമ്പത്തിന്റെ എൻഡ് പ്രത്യേകമുള്ള പല സ്ത്രീകൾക്ക് പ്രവേശനമുള്ള പള്ളി. സ്ത്രീകൾ ഇവിടെ സ്ത്രീകൾക്ക് പള്ളി നോക്ക്. ലേഡീസിന്റെ പള്ളി കണ്ട. ഇതോ അതോ പെണ്ണി എവിടെ ഇരിക്കുന്നേ? ഇനാ ഉള്ളി ഈ നസ്കരിക്കാടെ കുടമാണ്. നസ്കാരക്കുടം എന്ന് പറയും പെണ്ണുങ്ങൾക്ക്. ഞാൻ വിചാരിച്ച സ്ത്രീകൾ ഇവിടെ എഴുതിയിട്ട് സ്ത്രീകൾ എന്നിട്ട്. പൊതുവെ സ്ത്രീകൾക്ക് പ്രവേശനം ഈ നാട്ടിൽ അങ്ങനെ ഇല്ല, പൊതുവെ ദ്വീപിൽ അങ്ങനെ. ഇതിവിടെ പ്രത്യേക നസ്കാരക്കൂട കേട്ടോ. ഞാൻ വെച്ച പള്ളിയാണ്. പെണ്ണുങ്ങളാണ് പള്ളി കയറ്റുന്നില്ല ഈ നാട്ടുകാർ. ഇവിടെ നിന്നാണ് അവർ നസ്കരിക്കുന്നത്. ഇവിടെ ആണ് മെയിൻ പള്ളി, ബാങ്കൊക്കെ കൊടുക്കുന്ന പള്ളി. ഈ പള്ളി അതിന് ഈ പള്ളി പേരെന്ന് മക്കളെ, ഇത് പള്ളിയോ ദർഗായോ? സയ്യിദ് യൂസുഫ് വലില്ലാഹി. ഇതൊരു ദർഗയാട്ടോ. ഇത് സംഭവം ദർഗയാണ്. അങ്ങനെ വടക്കറ്റം. ഇവിടെ കുറേ സ്പൈനിഫെക്സ് എന്ന ചെടിയുണ്ട്. മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്ന ഒരു കൂട്ടം ചെടികളാണ്. ഇത് മാത്രം പോലെ വേറെയും കുറേ ചെടികളുണ്ട്. അപ്പോൾ എല്ലാം കൂടി വന്നാലാണ് നല്ല നിലക്ക് മണ്ണൊലിപ്പ് ഇല്ലാതെ നാട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഉളു എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുളം. മേജർ തിലാപ്പിയ നീന്തുന്നുണ്ട്. തിലാപ്പിയ മേജർ തിലാപ്പിയ നമ്മുടെ പുഴമീൻ. ഇവിടുത്തെ ഇതിന് കഴിക്കാറില്ല കേട്ടോ. കടൽ മീനുകളാണ് കഴിക്കുക. നിങ്ങളുടെ നാട്ടിൽ ഈ മീനെയും കഴിക്കുന്നുണ്ടല്ലോ. ദ്വീപുകാർക്ക് ശുദ്ധജല മീനുകൾ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ നാട്ടിലാണ് വന്നപ്പോൾ ഞാൻ ഫ്രഷ് വാട്ടർ ഫിഷിനെ കഴിച്ചത്. ഈ പുഴമീനെ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പ് കുറച്ച് കൂട്ടിയിടണം, അത്രയേ ഉള്ളൂ. കൊള്ളാം, നല്ല മീനുകളാണ്. കുറേ കൂടി ഞങ്ങൾ നടക്കാം കേട്ടോ. ബാക്കി ഞാൻ പിന്നെ കാണിച്ചു തരാവേ.